യഹോവാഭക്തനായ പുരുഷനാര്? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. 25 സങ്കീർത്തനം 12 ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണിത്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള പ്രത്യേക കൃപ കർത്താവ് നൽകും. ആർക്ക്? കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക്. യഹോവാഭക്തനായ പുരുഷൻ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. ഒരു കവിതയാണ്. ആ കവിതാഭാഷയിൽ നിന്ന് കാതലിങ്ങെടുത്താൽ യഹോവാഭക്തനായ പുരുഷൻ. ആരും പിണങ്ങരുത്. പൊതുവെ ബൈബിൾ കൾച്ചർ അനുസരിച്ച് ഡിസിഷൻ മേക്കിങ് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് അഭിപ്രായം പറയുകയും പുരുഷനെടുത്ത തീരുമാനങ്ങളെ ചിലതൊക്കെ മാറ്റിക്കുകയും ഒക്കെ ചെയ്യാം, സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ. ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ല. സ്ത്രീകൾക്ക് അവരുടെ ജന്മഗുണങ്ങളിൽ ഒന്നാണ് വിനയം, ലജ്ജാഭാവം, സൗമ്യത. എന്നാൽ ചില സ്ത്രീകളെ കാണുമ്പോൾ അവർ പുരുഷന്മാരായിട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. അത് നമ്മുടെ വിഷയവുമല്ല. ഇവിടെ ഈ വചനം ഇങ്ങനെ പറയുകയാണ്: യഹോവാഭക്തനായ പുരുഷനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ ആയാലും ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും. റയർ കേസായിട്ട് സ്ത്രീകൾ വരുന്നുണ്ട്, അതവിടെ നീക്കട്ടെ. ഈ ചിലർക്ക് ഒരു കയ്യിൽ 5 വിരൽ കാണുന്നില്ലേ? ഓ, സൗകര്യമാണല്ലോ, 6 വിരൽ സൗകര്യമാണല്ലോ, പുള്ളി മിടുക്കനാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അതൊരു അബ്നോർമലായ കാര്യമാണ്, അല്ലേ? അങ്ങനെ പലതും എല്ലാം പറയുമ്പം എന്താണ്, ബോഡി ഷെയ്മിങ് ആയിപ്പോവും. അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ യഹോവാഭക്തനായ പുരുഷനാര് താൻ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ അവനാരിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. തീരുമാനമെടുക്കാൻ നിങ്ങൾ ആരിൽ ആശ്രയിക്കും? തീരുമാനമെടുക്കാൻ നിങ്ങൾ ആരിൽ ആശ്രയിക്കും? ഇതാണ് ചോദ്യം. ഈ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊക്കെ മിക്കവാറും ഒരു വ്യക്തിയിലാണ് വന്ന് ഒതുങ്ങുന്നത്. ഒരു ഫൈനൽ വാക്ക്, ഫൈനൽ വേർഡ്, അതൊക്കെ മിക്കവാറും ഒരാളിൽ വരും. അത് നിങ്ങളാകുമ്പോൾ നിങ്ങൾ ആരിൽ ആശ്രയിക്കും? നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. ആ സമയത്ത് എൻ്റെ അകത്തെൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നതാണ് ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പ്. യഹോവാഭക്തനായ പുരുഷനാര്? യഹോവ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി ആരാണെങ്കിലും ശരി, അവന് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഡിവൈൻ ഹെൽപ്പ് ലഭിക്കും. അവൻ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു രഹസ്യ ബന്ധമുണ്ട്. സ്തോത്രം. തീരുമാനമെടുക്കേണ്ട സമയമാകുമ്പോൾ അവനൊരു കോള് മുകളിലേക്ക് വിടും. അവന് പെട്ടെന്ന് മറുപടി വരും. അവനത് വെച്ച് തീരുമാനം എടുക്കും.
എങ്ങനെ ഇദ്ദേഹം ഈ തീരുമാനം എടുത്തു എന്ന് അറിയില്ല. പ്രിയരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമായ കാര്യം. ഈ എളിയവനായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷം പ്രാപിക്കുന്ന ഒരു വാക്യമാണ്. താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറിയ കുട്ടികൾക്കും തിരഞ്ഞെടുപ്പ് വരും, യുവാക്കൾക്ക് തിരഞ്ഞെടുപ്പ് വരും, മുതിർന്നവർക്ക് വരും. വിവാഹത്തിൻ്റെ വാക്കു പറയേണ്ടി വരുമ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്താൽ വഴി കാണിച്ചു തരുമാറാകട്ടെ. ആമേൻ.